ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഷോർട്ട് വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. എന്നാൽ 10ാം ക്ലാസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വെർട്ടിസസ് ഓഫ് ദ റെക്ടാംഗിൾ. ആ റെക്ടാംഗിളിന്റെ അതർ 3 വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെർട്ടിസസ് തന്നിട്ടുണ്ട്. എത്രയാ? 4, 3. അതേപോലെ തന്നെ മറ്റ് വെർട്ടിസസ് ആണ് ഈ ഒരു വെർട്ടിസസ്. അതേപോലെ തന്നെ ഇതൊരു വെർട്ടിസസ് ആണ്. ഈ മാർക്ക് ചെയ്യുന്ന 3 എണ്ണമാണ് മറ്റു 3 വെർട്ടിസസ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് O എന്ന് പറയുന്ന ഒറിജിൻ ആണ്. ഈ ഒറിജിൻ അവിടുത്തെ എപ്പോഴും വെർട്ടിസസ് എത്ര ആയിരിക്കും മക്കളെ? അതിന്റെ കോർഡിനേറ്റ്സ് എപ്പോഴും 0, 0 ആയിരിക്കും. അതേപോലെ തന്നെ ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണ്. എക്സ് ആക്സിസിലുള്ള പോയിന്റിലെ y കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് നമുക്ക് ഇവിടെ നിന്നും എടുക്കാം. ഇവിടെ 4 ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് എത്ര തന്നെയായിരിക്കും? 4, 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കോർഡിനേറ്റ് എത്ര കിട്ടി? 4, 0. ഇനി വേണ്ടത് ഈ കോർഡിനേറ്റ് ആണ്. ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് y ആക്സിസിലുള്ള ഒരു കോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഈ കോർഡിനേറ്റ് എപ്പോഴും ഈ കോർഡിനേറ്റ് y ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. y നമുക്ക് ഈ പോയിന്റിൽ നിന്ന് എടുക്കാം. ഈ 3 ഇങ്ങോട്ട് വരാൻ നേരം എന്ത് കിട്ടും? 0, 3. അപ്പൊ നമുക്ക് 4 കോർഡിനേറ്റ്സുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. 0, 0, 4, 0. ഇത് തന്നിട്ടുള്ള 4, 3. ഇത് നമ്മളിപ്പോ കണ്ടുപിടിച്ച 0, 3. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അടുത്ത ഷോർട്ട് വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.